ഡോക്ടർ, ഈ സ്പോണ്ടിലൈറ്റിസ് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് അപ്പം അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ എന്തൊക്കെ ഭക്ഷണശീലങ്ങൾ നോക്കണം? അലുമിനിയം പാത്രത്തിൽ പാചകം ചെയ്ത് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക്, കഴിക്കുന്നത്. പഞ്ചസാരയും മധുരപലഹാരങ്ങളും കൂടുതൽ കഴിക്കുന്ന ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ട് ഈ സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാകും. സൂപ്പ് കുടിക്കുക, ഇത്തരം ആളുകൾ സൂപ്പ് കുടിക്കുക, പ്രത്യേകിച്ച് വെണ്ടയ്ക്കയുടെ സൂപ്പ്. ആ. വെണ്ടയ്ക്ക സൂപ്പ് കുടിക്കാം. സീനിയർ ഡോക്ടേഴ്സ് തന്നെ പറയുന്ന ഒരു സാധനമുണ്ട്. ഉം. അതായത് സ്പോണ്ടിലൈറ്റിസ് ഉള്ള ആളുകൾ പില്ലോ ഒഴിവാക്കണം. ഉം. പില്ലോ ഒഴിവാക്കാൻ പാടില്ല. ഡോക്ടർ, അപ്പോൾ ഈ ഓയിൽ മസാജ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ആ നോക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് നടുവേദനയും ആ സ്പോണ്ടിലൈറ്റിസും അ- ഉപയോഗിക്കുന്നത്? അതായത് ഓയിൽ മസാജ് നമ്മൾ ചെയ്യുന്നത് ഉം. ബോണിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം മിക്കവാറും ഉള്ള ആളുകൾക്കും നടുവേദനയും ഉം. സ്പോണ്ടിലൈറ്റിസ് ഒക്കെ ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ മസിലുകൾ റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഉം. മസാജ് ചെയ്യുന്നത്. ഈ ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നടുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉം. അവർക്ക് ഓയിൽ മസാജാണ് കൊടുക്കുന്നത്. അവർക്ക് ആ പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല കൊടുക്കുന്നത്. ഉം. ഓയിൽ മസാജ് കൊടുക്കുമ്പോൾ മസിലുകളൊന്ന് ലൂസാകും. മസിലുകൾ ലൂസാകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രഷറിൽ നിൽക്കുന്ന ബോണുകളൊക്കെ ഒന്ന് ലൂസാവും. ഉം. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഉം. ആശ്വാസം ലഭിക്കും. അതാണ് ശരിക്കും ആയുർവേദ തെറാപ്പികളിലൊക്കെ മസാജ് ചെയ്യുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നത്. അതെ. പക്ഷെ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണോ പ്രശ്നം, ആ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഓയിൽ മസാജ് കൂടി ചെയ്യുമ്പോൾ ഈ മസിലുകൾ കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ആവും. റിലാക്സ് ആകുമ്പോൾ ആ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നത്. അതെ, ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർ, എനിക്ക് തോന്നുന്നത് എല്ലാവരും എന്ത് അസുഖം വന്നാലും ആദ്യമേ നമുക്ക് ആയുർവേദത്തിന്റെയും സിദ്ധ യുനാനിയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ അസുഖവും വേരോടെ പിഴുത് കളയാണ് ചെയ്യുന്നത്. അതെ പക്ഷെ മറ്റേത് വരുമ്പോഴത്തേക്കിനും ആൾക്കാർ അതുകൊണ്ട് ചെല്ലുമ്പോൾ കുറച്ച് ഒതുക്കി വെച്ചിട്ട് പിന്നീട് വീണ്ടും കൂടുമ്പോഴാണ് ഇതിലേക്കൊക്കെ വരുന്നത്. അതെ ശരിക്കും ഈ പ്രകൃതി ചികിത്സ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് പ്രകൃതി ചികിത്സയിൽ? എനിക്ക് തോന്നുന്നത് ഈവൻ ക്യാൻസർ ഒക്കെ പോലും ചേഞ്ച് ആക്കാൻ പറ്റുന്ന രീതിക്ക് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ക്യാൻസർ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് പ്രകൃതി ചികിത്സയിൽ. എനിക്ക് 20 വർഷത്തേക്ക് മുമ്പ് ഒരു ക്യാൻസർ വന്നിട്ട് പ്രകൃതി ചികിത്സയിൽ മാറിപ്പോയ തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് ഒരു പത്രക്കാരന് തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് മരണസന്നനായ ഒരാള് പ്രകൃതി ചികിത്സയിൽ പോയിട്ട് അത് മാറിപ്പോയി. ഇപ്പൊ അയാൾക്ക് ക്യാൻസർ ഇല്ല. ഗുരുതരമായ ഒരു അവസ്ഥയിൽ നിന്ന് അയാൾക്ക് ക്യാൻസർ ഇല്ല. ഇപ്പൊ 10-70 വയസ്സോ ഉണ്ടാവും. അത് ഈ അടുത്ത കാലത്തും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രകൃതി ചികിത്സയിലൂടെ ക്യാൻസർ പോലും നമുക്ക് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. പ്രകൃതി ചികിത്സ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അതിനൊരു പുച്ഛത്തോടെയും ഒക്കെയാണ് കാണുന്നത്. ഒന്ന്, അത് വൈകിയാണ് അത് റിസൾട്ട് കിട്ടുന്നത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. വാസ്തവത്തിൽ പ്രകൃതി ചികിത്സയിലാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത്. ഇപ്പോൾ സ്പോണ്ടിലൈറ്റിസുമായിട്ട് അല്ലെങ്കിൽ നടുവേദനയായിട്ട് വരുന്ന ഒരാൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറാൻ വെച്ചത്, പിന്നെ റെസ്റ്റ് എടുത്താൽ മാത്രം മതി. നേരെ മറിച്ച് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നടുവേദനയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 6 മാസം വേണം. നമ്മൾ ഇവിടെ ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ചയോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഒരു 10-45 ദിവസം കൂടെ കഴിഞ്ഞാൽ അയാളുടെ ജോലികൾ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങാം. വീട്ടമ്മമാരാണ് വീട്ടിലെ ജോലികൾ അത്യാവശ്യം ചെയ്തു തുടങ്ങാം. പിന്നെ കുനിയുക നിവരുക പോലെയുള്ള കാര്യങ്ങളിലെ കുറച്ച് കാലതാമസമുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയാള് 6 മാസം കഴിഞ്ഞാലേ അയാൾക്ക് പിന്നെ കുനിയെ നിവരെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആയുർവേദത്തിലാണെങ്കിൽ 3 മാസം വരെയുള്ള പത്യത്തെ ട്രീറ്റ്മെന്റിന് ശേഷം 3 മാസത്തെ റെസ്റ്റ് ഒക്കെ പറയാറുണ്ട്. നമുക്ക് അതിന് അത്തരം വിഷയങ്ങളേ ഇല്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകൃതി ചികിത്സയിലാണ് ഫാസ്റ്റായിട്ട് വിഷയങ്ങൾ പരിഹരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ഏത് ഗുരുതരമായ ഇതൊന്നല്ല ഏത് അസുഖത്തിന് ഗുരുതരമായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ അസുഖത്തിന് കാഠിന്യം കുറഞ്ഞിരിക്കും. പെയിനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള, പ്രത്യേകിച്ച് ഇന്റേണൽ ഓർഗൻസിൽ വയറിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പെയിനുമായിട്ട് വരുന്ന ആളുകൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ പെയിൻ കുറയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഏത് തരം പ്രശ്നമുള്ള ആളുകളും ശരിക്ക് പ്രകൃതി ചികിത്സയിൽ ഫാസ്റ്റായിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ ആളുകളുടെ കൺസെപ്റ്റ് നേരെ തിരിച്ചിട്ടാണ്. അതെനിക്ക് തോന്നുന്നു പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ അങ്ങനെ പുലർത്തി വരുന്ന ആൾക്കാരാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാർ പോകുന്നതാണ്. കാരണങ്ങൾ കൊണ്ടാവാം. തീർച്ചയായിട്ടും. പിന്നെ ഭക്ഷണത്തിന്റെ
പ്രശ്നം. അവിടെ പുല്ല് കൊടുക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. വസ്തുത അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ട്രീറ്റ്മെന്റിൽ ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ട്രീറ്റ്മെന്റ് സമയത്ത് ഇറച്ചി മീനും കൊടുത്തില്ലെങ്കിലും വീട്ടിൽ പോയാൽ അത്യാവശ്യം ഇറച്ചി മീനും കൊടുക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് മുട്ടുവേദന, നടുവേദനയൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ സൂപ്പ് കഴിക്കാൻ പറ്റും. അപ്പൊ ഇത് പ്രകൃതി ചികിത്സയില് ശരിക്കും പറയുന്ന സംഗതിയാണ്. പക്ഷെ ആളുകൾ നേരെ തിരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 2 രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാൽമുട്ട് വേദന, ഉപ്പൂറ്റി വേദന ഉണ്ടാകാറുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും? അതായത് ബോണിന്റെ പ്രശ്നമാണ് എങ്കിൽ ബോണിന്റെ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പൊ മുട്ട് മടക്കാൻ ബുദ്ധിമുട്ട്, മുട്ട് നിവർത്താൻ ബുദ്ധിമുട്ട്, പൂർണ്ണമായിട്ട് നിവരാതിരിക്കുന്ന സാഹചര്യം, മുട്ട് മടക്കാനുള്ള വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ മുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചലിപ്പിക്കാൻ പറ്റാതെ ഉള്ള ഒരവസ്ഥ, ഇതൊക്കെ ബോണിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിന്റെ അലൈൻമെന്റ് പരിഹരിക്കുന്നതോടുകൂടി അത്തരം പ്രശ്നങ്ങൾ മാറും. അതോടൊപ്പം തന്നെ ഉപ്പൂറ്റി വേദനയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഇപ്പൊ നടുവേദനയുള്ള ഒരാള്, അത് നമ്മൾ സ്വാഭാവികമായിട്ട് നടുവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലുകളിൽ ചില മാറ്റങ്ങൾ വരുത്തും. കാല് തറയിൽ വെക്കുന്നതിൽ, നടക്കുന്നതിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അത് അങ്ങനെ നമ്മുടെ കാല് അതേ ലെവലിലായി പോകും. അത് പിന്നീട് ഉപ്പൂറ്റി വേദനയായിട്ട് മാറും. അപ്പൊ അയാൾക്ക് ഒരുപക്ഷെ നടുവേദന ഉണ്ടാവില്ല, പക്ഷെ അയാൾക്ക് ഉപ്പൂറ്റി വേദനയായിരിക്കും ഉണ്ടാകുന്നത്. അതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് നട്ടെല്ലായിരിക്കും ഇരിക്കുന്നത്. ആ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി ഉപ്പൂറ്റി വേദന മാറുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു പേഷ്യന്റ് ഉപ്പൂറ്റി വേദനയ്ക്ക് വിവിധതരം രീതികളുണ്ട്. അപ്പോൾ ആ ഉപ്പൂറ്റി വേദനയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. 7 ദിവസം കഴിഞ്ഞിട്ടും ശരിക്ക് പെയിൻ കുറയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നപ്പോൾ അവരുടെ കാലുകൾ രണ്ടും ഇങ്ങനെ ഒരല്പം ചരിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പം തന്നെ പിടിച്ച് കറക്റ്റ് ചെയ്തതോടുകൂടി അവരുടെ ഉപ്പൂറ്റി വേദന മാറി. ഉപ്പൂറ്റി വേദന പിറ്റേന്ന് അന്ന് വൈകിട്ട് കറക്റ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ചോദിക്കുമ്പോൾ ഉപ്പൂറ്റി അങ്ങനെ ഒരു സംഗതി ഇല്ലയെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നിട്ട്, അയാൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവും. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് 15 വർഷം കൊണ്ട് മോഷൻ പോകുമ്പോൾ പ്രശ്നമുണ്ട്. മോഷൻ പോകുമ്പോൾ ശക്തമായ പെയിനാണ്. 15 വർഷം കൊണ്ട് അനുഭവിക്കുക. ഉള്ള എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തതിന് ശേഷം അയാൾക്ക് ആ മോഷന്റെ പ്രശ്നം പരിഹരിക്കുന്നില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വന്നത് സെക്ഷൽ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പൊ ഈ വിഷയം പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് നോക്കുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ, കോക്ലെക്സ്, നട്ടലിന്റെ ഏറ്റവും അവസാനത്തെ ബോൺ, കോക്ലെക്സ് എന്ന് പറയുന്ന സ്ഥലം, അത് തെന്നി നിൽക്കുക, അല്പം ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. അത് പിടിച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു ടിക്ക് എന്നൊരു സൗണ്ട് കേട്ടു. ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു, രാവിലെ ഒന്ന് നോക്കണം, മോഷന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണമെന്ന്. അയാൾ 2 അല്ല 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാനിതങ്ങ് മറന്നതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, സാറേ പിറ്റേന്ന് മുതൽ എനിക്ക് മോഷൻ ഉണ്ടാകുമ്പോൾ നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന പെയിനേ ഇല്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് സെക്ഷൽ പ്രശ്നങ്ങളും പരിഹരിച്ചു. അപ്പൊ അയാൾ വർഷങ്ങൾക്ക് മുമ്പ് മാവിന്റെ മുകളിൽ നിന്ന് വീണു. 15 വർഷം മുമ്പ് മാവിന്റെ മുകളിൽ നിന്ന് വീണു. അത് സ്റ്റെപ്പായിട്ട് മോഷന്റെ പ്രശ്നം, പിന്നീട് സെക്ഷൽ പ്രശ്നം. 40-42 വയസ്സേ ഉള്ളൂ. അത് ഈ പ്രശ്നം പരിഹരിച്ചതോടുകൂടി ആ പ്രശ്നം പോയി എന്നുള്ളതാണ്. കോക്ലെക്സിന്റെ പ്രശ്നം പരിഹരിച്ചതോടുകൂടി ആ പ്രശ്നം പോയി. അപ്പം അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ടുവേദനയായിരുന്നാലും ശരിക്ക് ഉപ്പൂറ്റിയുടെ വേദനയായിരുന്നാലും പൂർണ്ണമായും പ്രകൃതി ചികിത്സയിലൂടെ പരിഹരിക്കാൻ പറ്റും. പിന്നെ തിരിച്ചു വരാത്ത വണ്ണം പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഡോക്ടർ, ഏജ് കൂടിയ ആൾക്കാർക്ക്, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമാണല്ലോ വരുന്നത്. അപ്പൊ അവർക്ക് ഇത് നിയന്ത്രിച്ച് നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ കഴിയും. ഭക്ഷണ രീതി മാറ്റിക്കൊണ്ട്, ജീവിത രീതി മാറ്റിക്കൊണ്ട് നമുക്കിത് പരിഹരിക്കാൻ പറ്റും. നമുക്ക് 93 വയസ്സുള്ള ആളുകളുടെ നട്ടല് വേദനയും അതോടൊപ്പം തന്നെ ഉപ്പൂറ്റിയുടെ വേദനയൊക്കെ, കാൽമുട്ടിന്റെ വേദനയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് മാറ്റലല്ല, നിയന്ത്രിക്കാൻ പറ്റും. നേരത്തെ ഉള്ള അവസ്ഥയിൽ നിന്ന് 50% മുകളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. 93 വയസ്സുള്ള ഒരു അമ്മച്ചിക്ക് വരെ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു സന്തോഷത്തോടുകൂടി അവര് കുറെ കാലം കൂടി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ, ഈ സ്പോണ്ടിലൈറ്റിസ്, നടുവേദന, മുട്ടുവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിടക്കുന്നതിനും ഇരിക്കുന്നതിനും കുറച്ച് രീതികൾ ഉണ്ടാവുമല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒന്ന്, കിടക്കുമ്പോൾ നമ്മൾ 8 ആകൃതിയിലും V ആകൃതിയിലൊന്നും കിടക്കാതിരിക്കുക.
മലർന്ന് കിടക്കുക, ഉം. ചരിഞ്ഞ് കിടക്കുക. ഉം. മലർന്ന് കിടക്കുമ്പോൾ 2 പില്ലോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത്. ഒന്ന് തലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ തലയിൽ ഒരു പില്ലോ ഉപയോഗിക്കണം, തുടയുടെ ഭാഗത്തൊരു പില്ലോ ഒരു പില്ലോ ഉപയോഗിക്കണം. ഉപയോഗിക്കാം. ഇത് ചരിഞ്ഞ് കിടക്കുമ്പോൾ തുടയിലിരിക്കുന്ന പില്ലോ ശരിക്ക് മുട്ടിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം. ഉം. കമഴ്ന്ന് കിടക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലതെന്ന് better. പറയുന്നത്. ഉം. അപ്പം ഈ V ആകൃതിയിൽ, L ആകൃതിയിലും ഒക്കെ ഉള്ള കിടത്ത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ സ്പ്രിംഗ് ബെഡ് ഉപയോഗിക്കാതിരിക്കുക, മാട്രസ്. ഉം. അത് സ്പ്രിംഗ് ആക്ഷനുള്ള ബെഡുകൾ പരമാവധി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം ഒരു ഇഞ്ച് അത്യാവശ്യം കന ആകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ബോഡിക്ക് എപ്പോഴും എന്തോന്ന് പറയാൻ, ആ ഭാരം നിൽക്കുന്ന ഒരവസ്ഥയിൽ, ഒരുപാട് താഴ്ന്നു പോകാത്തൊരവസ്ഥയിൽ, എന്നാൽ ശരീരം പെയിൻ ഉണ്ടാകാത്തൊരവസ്ഥയിലുള്ള മാട്രസുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൽ ഷേപ്പിലാണ് ഇരിക്കേണ്ടത്. ഇപ്പം ഇത് കംഫർട്ടാണ്, എൽ ഷേപ്പാണ്. എൽ ഷേപ്പിലാണ് ഇരിക്കേണ്ടത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കാല് തറയിൽ പതിപ്പിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ മെയിനായിട്ട് നമ്മൾ കാല് പതിപ്പിച്ചിട്ട് വെച്ചാണ് ഇരിക്കേണ്ടത്. പിന്നെ ഹാൻഡ് റെസ്റ്റ് ഉള്ള ഇത് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കസേര ആയതുകൊണ്ടാണ് ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ലാഘവത്തോടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് ചരിയാറുണ്ട്. ആ ടൈം നമ്മൾ ഇപ്പുറത്തും കൂടി കൊടുക്കണം. നമ്മളിവിടെ 10 മിനിറ്റ് ചരിയണമെങ്കിൽ ബാലൻസ് ചെയ്യണം, ഇപ്പുറത്തും കൂടി 10 മിനിറ്റ് ചരിഞ്ഞു കൊടുക്കണം. കുനിഞ്ഞാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അത്രയും ടൈമും കൂടി നിവർന്ന് കൊടുക്കണം. അപ്പം ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഇരുത്തത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 കാലും തറയിൽ പതിച്ചിട്ട് നിൽക്കണം. 2 കാലും തറയിൽ പതിച്ച് ഷോൾഡർ വികസിപ്പിച്ചിട്ട് വേണം നിൽക്കാൻ. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിന്നൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ കാല് ഒരു കാലിലേക്ക് ഭാരം കൊടുക്കും, അത് കാല് കഴിക്കുമ്പോൾ ഇപ്പുറത്തെ കാലിലേക്ക് ഭാരം കൊടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. 2 കാലും തറയിൽ പതിച്ച് ഷോൾഡർ വികസിപ്പിച്ചിട്ട് വേണം നിൽക്കാൻ. അപ്പം ഇങ്ങനെ കിടക്കുകയും ഇരിക്കുകയും നടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്ന പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകും. മറ്റ് ആക്സിഡൻറ്റോ മറ്റ് സംഗതികളൊന്നും ഇല്ലെങ്കിൽ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. അതുപോലെ ഉപയോഗിക്കുന്ന ചെരുപ്പുകളുണ്ടല്ലോ, അത് ചില ആൾക്കാർ ചെരുപ്പ് ഇട്ടിട്ട് ഈ 2 തള്ളവിരലും ചെറിയ വിരലും കൂടെ അമുക്കി വെക്കുന്ന ഇതുണ്ടാവും. അപ്പം അതും പ്രശ്നമാണ്. ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കാനേ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കാനേ പാടില്ല. മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക. ഉപ്പൂറ്റി ഉയർന്ന ചെരുപ്പ് പരമാവധി ഒഴിവാക്കുക. അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഉപ്പൂറ്റി പരമാവധി ഉയർന്ന ചെരുപ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫ്ലാറ്റ് ആണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഹീൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്. അങ്ങനെയാണ്, സ്ത്രീകൾക്കാണ് ഈ അസുഖങ്ങൾ കൂടുതലുള്ളതെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും. നടുവേദനയൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ്. അതെ. പെൽവിക് ബോണൊക്കെ പ്രശ്നമാകുന്നതും ഈ പ്രശ്നമുള്ള ആളുകൾക്കാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡോക്ടർ പറയുകയുണ്ടായി. ഈ ഒരു വീഡിയോ കാണുന്ന തിരുവനന്തപുരത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് കേശവദാസപുരം വരാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിലും വരാൻ കഴിയാത്ത ആൾക്കാർക്കും നമ്മുടെ വെബ്സൈറ്റായ ഫാർമാവിഷ് കണക്റ്റിൽ ഡോക്ടറിൻ്റെ സേവനം ലഭ്യമാണ്. ഡോക്ടറിനെ ഓഡിയോ വീഡിയോ കൺസൾട്ടേഷനിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് പോകാവുന്നതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമുക്ക് ഡോക്ടറെ കണ്ടുമുട്ടാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടും എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണും വരെ നമസ്കാരം.